തുടരും തുടരും കണ്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റിയില്ല. അത് പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തിയേറ്ററിൽ പോകാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് തിയേറ്റർ കണ്ടില്ല. OTT റിലീസ് ചെയ്തപ്പോൾ കണ്ടു. തുടരുന്നെ പറ്റി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒപ്പം സിനിമ കണ്ടിട്ടില്ല, ഒപ്പം പ്രിയദർശൻ്റെ. ആ ഒപ്പം സിനിമയുടെ കുറച്ച് താഴെയായിട്ട് എനിക്ക് തോന്നി. ഒപ്പം സിനിമ തുടരുന്നതിനെക്കാട്ടി നല്ല സിനിമയാണെന്ന് എനിക്ക് തോന്നി. ഒപ്പം സിനിമയുടെ ഒരു 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 പടി താഴെയാണ് തുടരും. അതിന് കാരണം എന്ന് പറയുന്നത്, ഈ ഒപ്പം സിനിമ തുടരും നോക്കി കഴിഞ്ഞാൽ ഈ തുടരിൻ്റെ ലെങ്ത്ത് 2.25 മണിക്കൂറുണ്ട്. ഈ 3/4 മണിക്കൂർ മറ്റേ മോഹൻലാലിൻ്റെ കുട്ടിത്തവും മോഹൻലാലിൻ്റെ മറ്റ് കളികളും പിന്നെ ഫ്ലാഷ് ബാക്കൊക്കെ പറയാൻ വേണ്ടി എടുത്തത്. ശരിക്കും അങ്ങനെ ഒരു സീനൊന്നും കാണിക്കേണ്ട കാര്യമേ ഇല്ല. അതൊന്നും സിനിമയിൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. വെറുതെ ഒരു കണക്ഷൻ ഇല്ലയെന്ന് ചോദിച്ചാൽ കണക്ഷന് വേണ്ടി എടുത്ത പോലെയുണ്ട്. അതായത് മറ്റേ മോഹൻലാലിൻ്റെ എന്തായിരുന്നു സ്റ്റണ്ട് മാസ്റ്ററൊന്നും മരിക്കുന്ന കാര്യം കാണിക്കുകയേ വേണ്ട. തുടക്കത്തിൽ തന്നെ മോഹൻലാലിൻ്റെ പാസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട്, ഓരോരോ ഫോട്ടോകളായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ജോർജ് സാറായിട്ട് പോകുന്ന ടൈമിൽ അവൻ്റെ പാസ്റ്റ് പറയുക അത്രയും വേണ്ടു. അതിൽ തന്നെ പറഞ്ഞ അതിന് വേണ്ടിയിട്ടൊരു 45 മിനിറ്റ് കളയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി 2 മണിക്കൂർ ട്രിം ചെയ്തിരുന്നെങ്കിൽ ഒപ്പത്തിൻ്റെ സിനിമേനെക്കാട്ടി മുകളിലായേനെ. കുറച്ചും കൂടി ഒരു നല്ലൊരു ക്വാളിറ്റി സ്റ്റഫ് കിട്ടുക എന്ന് കരുതി തുടരുന്ന ക്വാളിറ്റി ഇല്ല എന്നല്ല. പടം അടിപൊളിയാണ്, പക്ഷേ ഒരു 45 മിനിറ്റ്, ആദ്യത്തെ 45 മിനിറ്റ് പക്ക വേസ്റ്റാണ് എന്നാണ് പറയാനുള്ളത്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഫൈറ്റ് തന്നെയാണ്. മോഹൻലാൽ ഒരുപാട് കാലത്തിന് ശേഷം മറ്റേ മാൻ ടു മാൻ ഫൈറ്റ്, അല്ലെങ്കിൽ മോഹൻലാൽ പണ്ടേ മാൻ ടു മാൻ ഫൈറ്റിന് ഇപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ ലൂസിഫർ സിനിമ എടുത്താലും എബ്രാം ഖുറൈഷിനെക്കാട്ടും നമുക്കിഷ്ടം സ്റ്റീഫനെയാണ്. കാരണം സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് ആൾക്കാർ അടിക്കുന്ന ആളാണ്, മാൻ ടു മാൻ ഫൈറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള മോഹൻലാൽ നമ്മളിഷ്ടം. അപ്പം അങ്ങനെ ഒരു മോഹൻലാലിനെ ഡെലിവർ ചെയ്യാൻ തരുൺമൂർത്തിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ പടം 200 കോടീൻ്റെ ഒക്കെ കടന്നു. പടം ഇൻഡസ്ട്രിയൽ ഹിറ്റാണ്. ശരിയാണ്, ക്ലൈമാക്സ് സെക്കൻഡെല്ലാം നല്ല പോലെ എൻഗേജിങ് ആക്കാൻ സിനിമക്ക് പറ്റുന്നുണ്ട്. എവിടെയും ബോറൊന്നും ആക്കിയിട്ടില്ല. പിന്നെ ഈ പടം ഇത്ര ഹിറ്റാവാനുള്ള വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ ഫാക്ടർ ഉണ്ട്. മോഹൻലാലിൻ്റെ സ്റ്റാർ ഫാക്ടർ തന്നെയാണ് പടം ഇത്ര എത്തിച്ചത്. അതിന് പുറമെ ഒരു ഏറ്റവും വലിയ ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നത് ജോർജ് സാറാണ് ഇതിൽ അവതരിപ്പിച്ച ആൾ. കാരണം ഇപ്പോൾ ഈ പടം ഈ ജോർജ് സാറിന് പകരം വല്ല ബിജു മേനോനോ മനോജ് കെ ജയൻ അങ്ങനെ ഒരു ടയർ ഓഫ് ആക്ടേഴ്സാണ് അതിൽ അഭിനയിച്ചെങ്കിൽ നമുക്ക് ഒരു റൺ ബേബി റണ്ണോ അല്ലെങ്കിൽ ഗരുഡൻ എന്ന് പറഞ്ഞ ഫിലിമൊക്കെ ഉണ്ട് ഇതിനിടക്ക് സുരേഷ് ഗോപിയായിട്ട്, ആ ഒരു ലെവൽ സിനിമയായിട്ട് നമുക്ക് തോന്നുള്ളൂ. മനസ്സിലായ? പക്ഷേ ഇതിൽ ജോർജ് സാറിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പുതുമുഖമായതുകൊണ്ട് അതിനൊരു മിസ്റ്ററി ഉണ്ട്. കാരണം ഈ പുതുമുഖങ്ങളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ലെവൽ പെർഫോമൻസ് ഇവർ ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ക്യാരക്ടർ നമുക്ക് എന്നും ഒരു മിസ്റ്ററി ആയിരിക്കും. ആ ക്യാരക്ടർ അത് പുതുമുഖൾക്ക് മാത്രമുള്ള ഒരിതാണ്. ഇപ്പോൾ ഈ സിനിമ കണ്ട ഫസ്റ്റ് ടൈം കാണുന്ന ഒരാളും വിചാരിക്കില്ല ഇതിലെ വില്ലൻ എന്ന് പറയുന്നത് ജോർജ് സാറാണ്, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ എന്താ ഒരു സാധാ ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ കുതിരവട്ടം പപ്പൂടെ അഭിനയിച്ച SI ബെന്നി ആയിരിക്കും വില്ലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും, ഒരിക്കലും വിചാരിക്കില്ല. അതാണ് ആ ഒരു മറ്റേ പുതുമുഖങ്ങളുടെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ജോർജ് സാറിൻ്റെ പെർഫോമൻസ് ശരിക്കും നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ ജോർജ് സാറ് ഇന്നേ വരെ മലയാള സിനിമയിൽ കാണാത്ത ഒരു തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു. അത് നാവൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി നാവൊക്കെ പുറത്ത് കിട്ടും. ഒരു പാമ്പിനെ ഉപമിക്കുന്ന പോലെ ഒരു കൊടും വിഷമുള്ള ഒരു ജീവിയാണ് എന്നൊക്കെ പോലെ ജോർജ് സാറ് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും കൂടി പടത്തിലുണ്ട് എന്നുള്ളതാണ്. അതും കൂടി സിനിമയിൽ വലിയൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്, അല്ലേ? അപ്പോൾ ഇതിന് പകരം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വേറെ വല്ല പരിചിതമായ ആക്ടേഴ്സാണ് നമുക്കറിയാൻ പറ്റും ഇത് ഏത് ലെവൽ വരെ പെർഫോമൻസ് പോകും, ഇവൻ ഇപ്പം വില്ലനായിരിക്കും. അപ്പം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പടത്തിൽ നല്ലപോലെ കിട്ടിയിട്ടുണ്ടെന്നാണ്. പക്ഷെ മോഹൻലാൽ കഴിഞ്ഞേ ഉള്ളൂ, അത് ഞാൻ പറയാം. പിന്നെ ബാക്കി എല്ലാവരും നല്ല നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ചിലവർ പറയുന്നത് ശോഭന തിരിച്ചു വന്നു, അങ്ങനെ തിരിച്ചു വരാൻ മാത്രമുള്ളൊരിതൊന്നുമില്ല, ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മറ്റേ ഏജൻറ്റ് ടീനെയൊക്കെ പോലെ അങ്ങനെ ഫൈറ്റോ അങ്ങനെയൊന്നും ഇല്ല. ശരിക്കും ഇതെന്ന് പറഞ്ഞാൽ ജോർജ് സാറിൻ്റെയും മറ്റേ ഷൺമുഖത്തിൻ്റെ ഒരു പടമാണ്. പിന്നെ എല്ലാം കൊണ്ട് നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ പെർഫോമൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഇതില്ല, ഒപ്പം സിനിമേനെക്കാട്ടി ഒരു സ്റ്റെപ്പ്
കുറവായിട്ട് എനിക്ക് ഇത് കാണാൻ പറ്റുള്ളൂ. അത് മോശം സിനിമയായോണ്ടല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒപ്പത്തിൽ കുറച്ചും കൂടി കണക്ഷൻ ഉണ്ട്. പക്ഷേ ഈ തുടരും സിനിമയിൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ശരിക്കും മറ്റേ ആ മകൻ അറിയാം നിങ്ങൾക്ക്, കുറച്ച് പേർക്കും കഥ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് പടം ശരിക്കും ഒരു ഡാർക്ക് മോഡിലേക്ക് വരുന്നത്. ആ ത്രില്ലർ സ്വഭാവമാണ് ശരിക്കും പടത്തിൻ്റെ ഹൈലൈറ്റ്, അല്ലാണ്ട് ഡ്രാമ കൊണ്ടല്ല പടം വിജയിക്കുന്നത്. എന്നിരുന്നാലും ഓക്കെ, നല്ലൊരു സിനിമയാണ് തുടരും.